ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ സൂരജ് കോടിയേരി. അപ്പോൾ നമ്മൾ ഇന്ന് ജോഗ്രഫിയിലെ ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആരവല്ലി മൗണ്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ രാജസ്ഥാനിലൊക്കെ വളരെയധികം കേട്ടിരിക്കുന്ന അല്ലേ, നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് തൊട്ട് അങ്ങ് ഡൽഹി വരെ നീണ്ടു കിടക്കുന്ന രാജസ്ഥാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആരവല്ലി കുന്നുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ ഇന്ത്യ മാപ്പിൽ നമ്മുടെ ആരവല്ലി മൗണ്ടൻസ് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതെ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ആരവല്ലി. നിങ്ങൾക്ക് മാപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണാം. കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ വരക്കുന്നുണ്ട്. അതായത് ഇത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു പർവ്വത നിരയാണ്. പർവ്വതം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉയരം വളരെ കുറവാണ്. ഒരു മലനിരയാണ് അല്ലെങ്കിൽ കുന്നുകളാണ് നമ്മുടെ ആരവല്ലി മൗണ്ടൻസ്. അപ്പോൾ അതെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങ് ഡൽഹി യമുന നദിയാണ് ഈ കാണുന്നത്. ഇത് ഗംഗയും അതുപോലെ ഇത് യമുനയാണ്. യമുന നദിക്കര വരെ നീണ്ടു കിടക്കുന്ന പർവ്വതമാണ് അല്ലെങ്കിൽ കുന്നുകളാണ് നമ്മുടെ ആരവല്ലി മൗണ്ടൻസ്. അപ്പോൾ എവിടുന്ന് തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന സ്ഥലമാണ് നിങ്ങളിത് ഈ കാണുന്നത്. അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങി ദേ യമുനയുടെ കര എന്ന് പറയുമ്പോൾ ഡൽഹി വരെ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതമാണ് നമ്മുടെ ആരവല്ലി മൗണ്ടൻസ്. അപ്പോൾ മാപ്പിൽ ആദ്യം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവനാണ് ആരവല്ലി. ഇനി മാപ്പിൽ നിന്ന് തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. രാജസ്ഥാൻ എന്ന സംസ്ഥാനമാണ് നിങ്ങൾ ഈ കാണുന്നത്. രാജസ്ഥാൻ എന്ന സംസ്ഥാനമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്രോക്സിമേറ്റ്ലി ഇത് ഇങ്ങനെയായിരിക്കും കാണാം. അപ്പോൾ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്ന മൗണ്ടൻ റേഞ്ച് കൂടിയാണ് ആരവല്ലി. എന്ന് വെച്ചാൽ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തെ രണ്ടായി സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് കിഴക്ക് പടിഞ്ഞാറ് എന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നതും നമ്മുടെ ആരവല്ലിയാണ്. ആരവല്ലിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് നമ്മുടെ താർ മരുഭൂമി, അതായത് നമ്മുടെ രാജസ്ഥാൻ സമതലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മരുഭൂമിയായ താർ മരുഭൂമിയൊക്കെ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇനി ആരവല്ലിയുടെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് കുറച്ച് വരണ്ട് കിടക്കുന്ന, അതേസമയം കുറച്ച് ഉയർന്ന നിരപ്പായ മാൽവ പീഠഭൂമിയൊക്കെയാണ് കാണാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു പർവ്വതനിരയാണ് നമ്മുടെ ആരവല്ലി. അപ്പോൾ മാപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആരവല്ലിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറേ ചുളിവുകളൊക്കെ കാണുന്നുണ്ടല്ലേ. ഒരുപാട് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പർവ്വതത്തിൽ കാണുന്നുണ്ട്. അതേ ഈ പർവ്വതം വളരെയധികം പഴക്കം ചെന്നതാണ്, നല്ല പ്രായമുള്ള ഒരു പർവ്വതമാണ് ഇത്. അതുകൊണ്ടായിരിക്കണം ഒരുപാട് ചുളിവുകളും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറോഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇറോഷൻ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആരവല്ലിയുടെ ഹിസ്റ്ററി ഞാൻ പറയാം. ആരവല്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരവല്ലിക്ക് ഏകദേശം 70 കോടിയോളം പഴക്കമുണ്ട്. എത്ര വർഷം? 70 കോടി. 70 കോടിയോളം പഴക്കം ചെന്ന, അല്ലെങ്കിൽ 700 മില്യണോളം പഴക്കം ചെന്ന പർവ്വതമാണ് നമ്മുടെ ആരവല്ലി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പർവ്വത മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശൻ എന്ന രീതിയിൽ ആരവല്ലിയെ നമുക്ക് വിളിക്കാവുന്നതാണ്. 70 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ് നമ്മുടെ ആരവല്ലി ഇന്ത്യയുടെ. അപ്പോൾ 70 കോടിയാണ് ഈ പർവ്വതത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ആരവല്ലി എന്ന് പറയുന്നത് എന്ത് തരം പർവ്വതമാണ്? ആരവല്ലി ശരിക്കും നമ്മുടെ ഹിമാലയം പോലെ ഒരു വലിയൊരു മടക്ക് പർവ്വതമായിരുന്നു. അപ്പോൾ വളരെ പഴക്കം ചെന്ന ഒരു മടക്ക് പർവ്വതമാണ് ആരവല്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരവല്ലി ഒരു പഴയ മടക്ക് പർവ്വതം എന്ന് പറയാം, ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്ന രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഏതൊരു പർവ്വതവും കുറേ കാലം കഴിയുമ്പോൾ ഇതേപോലെ ഇറോഷൻ അല്ലെങ്കിൽ അപരദനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെറുതായി വരും. അപ്പോൾ അങ്ങനെയുള്ള പർവ്വതങ്ങൾ നമ്മൾ അവശിഷ്ട പർവ്വതം അഥവാ ഇംഗ്ലീഷിൽ റെസിഡുവൽ മൗണ്ടൻസ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി എന്നും പറയാവുന്നതാണ്. അപ്പോൾ ശരിക്കും ആരവല്ലിയെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതൊരു പഴയ മടക്ക് പർവ്വതമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അവശിഷ്ട പർവ്വതമാണ് എന്നും പറയാവുന്നതാണ്. അതായത് ഓൾഡ് ഫോൾഡ് മൗണ്ടൻ എന്ന പേരിലും പറയാം, അല്ലെങ്കിൽ
റെസിഡുവൽ മൗണ്ടൻസ് എന്ന പേരിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി ഇത് എവിടെ തൊട്ട് എവിടം വരെ, അഹമ്മദാബാദ് മുതൽ ഡൽഹി വരെയാണെന്ന് മാപ്പിൽ ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചു തന്നിട്ടുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന എന്ന സ്റ്റേറ്റ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഡൽഹി എന്ന യൂണിയൻ ടെറിട്ടറിയിലൂടെയും ഇത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണെന്ന് നമ്മൾ എവിടുന്ന് എവിടം വരെയുള്ളതാണ് ആലോചിച്ചാൽ മാത്രം മതി. യെസ്, അഹമ്മദാബാദ് മുതൽ എന്ന് വെച്ചാൽ ഗുജറാത്ത് ഉൾപ്പെടും, രാജസ്ഥാനാണ് പ്രധാന ഭാഗം. ഇനി ഡൽഹി വരെയാണെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ ഹരിയാനയും ഇതിൽ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. ഇനി യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ ഡൽഹിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി. ആരവല്ലിക്ക് ശരിക്കും ഹിമാലയത്തിൻ്റെ അത്രത്തോളം ഉയരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇത് ചെറുതായി പോയതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറേ അറ്റം നിങ്ങൾക്ക് മാപ്പിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി, നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയും എല്ലാം ഉൾപ്പെട്ട ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റം, നോർത്ത് വെസ്റ്റേൺ ബോർഡർ അല്ലെങ്കിൽ ഒരു അതിര് പോലെയാണ്, അല്ലെങ്കിൽ ഒരു അതിര് പോലെയാണ് നമുക്ക് നമ്മുടെ ആരവല്ലിയെ കാണുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു അതിര് പോലെ വടക്ക് പടിഞ്ഞാറുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ആരവല്ലി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവസാനത്തെ പോയിന്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക്, പോയിന്റ്സുകളിലേക്ക് പോകാം. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്നത് ആരവല്ലിയാണ്. അത് നമ്മൾ മാപ്പിൽ കണ്ടുപഠിച്ചതാണ്. ഞാൻ പറഞ്ഞു, ആരവല്ലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ ഇന്ത്യൻ മരുഭൂമി അടക്കമുള്ള ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. അതേസമയം കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് മാൽവ പോലുള്ള പീഠഭൂമികളാണ്. ഇനി ആരവല്ലി പർവ്വതനിരകളുടെ ഡൽഹിയിലേക്കുള്ള തുടർച്ച ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലേക്ക് ഇത് തുടർന്നു പോകുന്നുണ്ട്, അങ്ങ് യമുനയുടെ കര വരെ, എന്ന് വെച്ചാൽ ഡൽഹി വരെ ഇത് അഹമ്മദാബാദിൽ നിന്ന് തുടർച്ചയായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനൊരു പിക്ചർ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഇതാണ് പിക്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ പാർലമെന്റിന്റെ അടുത്തുള്ള രാഷ്ട്രപതി ഭവനാണ്. നമ്മുടെ രാജ്പഥിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവൻ ഇതിങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്തായിട്ടാണ് കാണാൻ പറ്റുക. അതെന്താ രാഷ്ട്രപതി ഭവൻ അല്പം ഉയർന്നു കിടക്കുന്നത്? കാരണം രാഷ്ട്രപതി ഭവൻ പണിതിരിക്കുന്നത് ഒരു ചെറിയൊരു കുന്നിന്റെ മുകളിലാണ്. ഏതാണ് ഈ കുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുന്നിന്റെ പേരാണ് റെയ്സീന ഹിൽസ്, റെയ്സീന കുന്നുകൾ. ആരാണ് റെയ്സീന കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെയ്സീന കുന്ന് ശരിക്കും ആരാ? നമ്മുടെ ആരവല്ലി തന്നെയാണ്. രാജസ്ഥാനിലെ ആരവല്ലി ഡൽഹി വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെയ്സീന കുന്ന് എന്നാണ് ഡൽഹിയിൽ ഈ ആരവല്ലിയെ വിളിക്കുന്ന പേര്. ഈ റെയ്സീന കുന്നിലാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ആരവല്ലി പർവ്വതനിരയുടെ ഡൽഹിയിലേക്കുള്ള തുടർച്ചയാണ് റെയ്സീന കുന്ന്. റെയ്സീന കുന്നിലാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നതെന്നും പഠിച്ചു. ഇനി തീർച്ചയായും ഇതൊരു പർവ്വതനിരയാണ്. ഇതൊരു പർവ്വതനിരയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരം ചേർന്ന ഒരു കൊടുമുടി നമുക്ക് ഈ പർവ്വതനിരയിൽ കാണാം. ആരവല്ലിയുടെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി എന്ന് പറയുന്നത് ഗുരുശിഖറാണ്. കൊടുമുടി അഥവാ മൗണ്ടൻ പീക്ക് എന്ന് പറയുന്നത് ആരാണ്? ഗുരുശിഖറാണ്. 1722 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഗുരുശിഖർ എന്നാണ് ഈ കൊടുമുടിയുടെ പേര്. നമുക്ക് ഓരോ പർവ്വതനിരയിലും ഉയർന്ന കൊടുമുടികൾ കാണാൻ പറ്റും അല്ലേ? നമുക്ക് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ് അല്ലേ? അതുപോലെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി എന്ന് പറയുന്നത് ജിന്തഗഡയാണ് ആന്ധ്രയിലെ. അപ്പോൾ അതേപോലെ ആരവല്ലിയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി എന്ന് പറയുന്നത് നമ്മുടെ ഗുരുശിഖറാണ്. 1722 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും ഉയരം ചെന്ന പർവ്വതനിരകളാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഖവാസ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ നമുക്ക് ആരവല്ലിയിൽ കാണാൻ പറ്റും. ആരവല്ലിയിൽ കാണുന്ന ഈ ഹിൽ സ്റ്റേഷനെ വിളിക്കുന്ന പേരാണ് മൗണ്ട് അബു. എന്താ പേര്? മൗണ്ട് അബു. ശരിക്കും ഇതിൻ്റെ പേര് മറ്റൊന്നായിരുന്നു. മൗണ്ട് അബുവിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ പഴയ പേര് അർബുദാഞ്ചൽ എന്നായിരുന്നു. ഈ ആഞ്ചൽ, അചലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് അല്ലെങ്കിൽ പർവ്വതം എന്നാണ് അർത്ഥം. അപ്പോൾ അർബുദാഞ്ചൽ, അർബുദ് പർവ്വതം എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ നെയിം, ഓൾഡ് നെയിം. പിന്നീട് അചലം മാറ്റി പർവ്വതം മൗണ്ട് എന്നാക്കി ഇംഗ്ലീഷിൽ. അപ്പോൾ മൗണ്ട് അർബുവിന് പകരം അബു എന്നാക്കി. അങ്ങനെയാണ് മൗണ്ട് അബു എന്നുള്ള പേര് ഇതിന് വന്നത്. അപ്പോൾ നമുക്ക് ആരവല്ലിയിൽ ഒരു സുഖവാസ കേന്ദ്രം കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് മൗണ്ട് അബു. ഓക്കെ,
അപ്പോൾ നമ്മൾ അതും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഓൾഡ് നെയിം ഓഫ് മൗണ്ട് അബു അർബുദാഞ്ചലാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല. ഇനി ആരവല്ലി പർവ്വതനിരയിൽ ഒരു ജൈനമത തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ ഒരു ജൈന ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ജൈനക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണല്ലേ. അപ്പോൾ ജൈനക്ഷേത്രങ്ങളിൽ വളരെ പ്രശസ്തമായ ഒരു ജൈനക്ഷേത്രം നമുക്ക് ആരവല്ലിയുടെ മുകളിൽ കാണാൻ പറ്റും. ആ ക്ഷേത്രമാണ് നിങ്ങളിത് ഈ പിക്ചറിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ്, അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ടെമ്പിളിൻ്റെ പേരാണ് ദിൽവാര ടെമ്പിൾ. ദിൽവാര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിയിലാണ്. അപ്പോൾ ജൈനക്ഷേത്രമാണ് നമ്മുടെ ആരവല്ലി പർവ്വതനിരയിലെ. അപ്പോൾ ആരവല്ലി പർവ്വതനിരയിലെ പ്രധാന ജൈനക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിൽവാര ക്ഷേത്രം അല്ലെങ്കിൽ ജൈൻ ടെമ്പിളാണ്. ഓക്കെ. ഇനി ഇത് മാത്രമല്ല, മൗണ്ട് അബുവിൽ നമുക്കൊരു തടാകം കാണാൻ പറ്റും. ഇതിൻ്റെ പേര് വളരെ രസകരമാണ്. നക്കി തടാകം എന്നാണ് ഈ തടാകത്തിൻ്റെ പേര്. നമ്മുടെ ഗാന്ധിജിയുടെ ചിതാഭസ്മം പല സ്ഥലങ്ങളിൽ ഒഴുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഭാരതപ്പുഴയിലൊക്കെ ഒഴുക്കിയിട്ടുണ്ട്. അതേപോലെ രാജസ്ഥാനിലെ നക്കി തടാകത്തിലും ഒഴുകിയതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ലേക്കിനെ നക്കി തടാകം എന്നാണ് വിളിക്കുക. ഇനി ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചമ്പൽ നദിയുടെ പോഷക നദി. ചമ്പൽ നദി ഉത്ഭവിക്കുന്നത് വിന്ധ്യ പർവ്വതനിരയിൽ നിന്നാണ്. ഇത് അതല്ല ചോദിച്ചത്. ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചമ്പൽ നദിയുടെ പോഷക നദി അല്ലെങ്കിൽ നദി എന്ന് പഠിച്ചാലും മതി. അത് ബാനസ് നദിയാണ്. നമ്മൾ മാപ്പ് ഒന്നുകൂടി എടുക്കുവാണ്. ബേസിക്കലി നമുക്ക് ആരവല്ലിയിൽ നിന്ന് 3 നദികൾ മാത്രമേ ഉത്ഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റൂ. 3 നദികളെ ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. വളരെ സിമ്പിളാണ്. 3 നദികളെ ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നുള്ളൂ. അതായത് ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച ബാനസ്. മറ്റൊരു നദി ഇവിടുന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടേക്കാണ് ഒഴുകുന്നത്. ഇവനാണ് ലൂണി. അപ്പോൾ ഒരാൾ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നു ലൂണി, ഒരാൾ കിഴക്കോട്ട് ഒഴുകുന്നു ബാനസ്, ഒരാൾ തെക്കോട്ടേക്ക് ഒഴുകുന്നു, ഇവൻ്റെ പേരാണ് സബർമതി. അപ്പോൾ ആകെ 3 റിവേഴ്സേ ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നുള്ളൂ. സാധാരണ പശ്ചിമഘട്ടത്തു നിന്നൊക്കെ ആയിരക്കണക്കിന് റിവേഴ്സ് ഉത്ഭവിക്കുന്നുണ്ട്. ഇവനിൽ നിന്ന് അധികം വെള്ളമില്ലാത്ത ഏരിയ ആയതുകൊണ്ടായിരിക്കണം വെറും 3 നദിയെ ഉത്ഭവിക്കുന്നുള്ളൂ. ഓക്കെ, സെറ്റല്ലേ? ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം, അതായത് പർവ്വതനിരയാണ്, ചുരങ്ങൾ കാണാൻ പറ്റും അല്ലേ. അതിപ്രശസ്തമായിട്ടുള്ള 2 ചുരങ്ങൾ നമുക്ക് ആരവല്ലിയിൽ കാണാൻ പറ്റും. ഒന്ന് ഗോരൻഘട്ട് ചുരവും 2 ഹാൽഡിഘട്ടി ചുരവുമാണ്. അപ്പോൾ ഈ ഗോരൻഘട്ട് ചുരവും ഹാൽഡിഘട്ടി ചുരം ഹിസ്റ്ററിയിലൊക്കെ വളരെ ഫേമസ് ആണ്. ബാറ്റിൽ ഓഫ് ഹാൽഡിഘട്ടി നടന്നതൊക്കെ ഇവിടെയാണ്. അതായത് മുഗൾ രാജാവും മുഗൾ രാജവംശവും അതുപോലെ മഹാറാണ പ്രതാപ് സിംഗും തമ്മിൽ നടന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹാൽഡിഘട്ടി. അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ്. അക്ബറിൻ്റെ സേനാധിപനായ മൻസിംഗ് ആണ് ഈ ഹാൽഡിഘട്ടി യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. മറുഭാഗത്ത് രാജസ്ഥാനിലെ രാജാവായ മഹാറാണ പ്രതാപ് സിംഗും. അപ്പോൾ ബാറ്റിൽ ഓഫ് ഹാൽഡിഘട്ടി നടക്കുന്നതൊക്കെ ഈ ഹാൽഡിഘട്ടി ചുരത്തിലാണ്. മറ്റൊരു ചുരമാണ് ഗോരൻഘട്ട് ചുരം. അപ്പോൾ ഇങ്ങനെ 2 ചുരങ്ങൾ നമുക്ക് ആരവല്ലിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആരവല്ലിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായ ഒരു ഏരിയ ആണിത്. ഒരു ടോപ്പിക്ക് എത്ര വിശദമായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ മാപ്പ് വെച്ചും നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് സൈലത്തിൽ നിങ്ങൾക്ക് പൊതുവേ ലഭിക്കുക. ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും സൈലത്തിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഒരു പുതിയൊരു ബാച്ച് ഇപ്പം നമ്മൾ 29th സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ചാണിത്. അതായത് കേട്ടറ്റ് 1ാമത്തെ കേട്ടറ്റ് 1-ന് 1499 രൂപയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ഇനി കേട്ടറ്റ് 2-നാണെങ്കിൽ 1999 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി K3-ക്ക് പഠിക്കുന്നവരാണെങ്കിൽ, കേട്ടറ്റ് 3-ക്ക് പഠിക്കുന്നവരാണെങ്കിൽ 2499 രൂപയാണ് ഒരു കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ കോഴ്സ് എക്സാം വരെ ടിൽ ദി എക്സാം നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ കോഴ്സിൻ്റെ പ്രത്യേകത, നമ്മുടെ സൈലത്തിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരൊക്കെ ഈ ക്ലാസ്സുകളിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻസും കാര്യങ്ങളെല്ലാം തരുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സുകളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. അതായത് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, അതേ സമയത്ത് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ലൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ
ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്നതിന് ശേഷം സൈല ആപ്പിൽ കയറി കഴിഞ്ഞാൽ അതേ ലൈവ് ക്ലാസ് റെക്കോർഡഡ് ആയിട്ടും കാണാവുന്നതാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദേ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ചിലേക്ക് കാണാൻ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.